അമ്മയിൽ ചർച്ചകളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ റിപ്പോർട്ടറിനോട്. സംഘടന വിട്ടുപോയവരെ ഉൾപ്പെടെ തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. ശ്വേതയും ഭർത്താവും ലേബി സജീന്ദ്രനുമായി സംസാരിച്ചു. കേൾക്കാം. 3 പതിറ്റാണ്ടിന്റെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന്റെ സന്തോഷത്തിലാണ് ശ്വേതാ മേനോനും ഭർത്താവ് ശ്രീവത്സൻ മേനോനും. രണ്ടുപേരും നമുക്കിപ്പമുണ്ട്. ആദ്യം അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ എന്തായിരിക്കും ഇനി അടുത്ത ഒരു മാറ്റം അമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരും ചർച്ച ചെയ്ത് മീറ്റിംഗ് കറക്റ്റായിട്ട് പോസിറ്റീവായിട്ട് എങ്ങനെ മുന്നോട്ട് അമ്മേനെ നന്നായിട്ട് ഒരുമിച്ച് എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുക, അതാണ്. ആദ്യം തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ അതൊരു അവസരം കിട്ടിയാൽ അതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയായിരിക്കും മാറ്റം വരുത്തുക? അതൊക്കെ അതിൻ്റെതായ രീതിയിൽ, ബിക്കോസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾക്ക് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചെയ്തേ പറ്റൂ. സോ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മളുടെ ബൈലോ പ്രകാരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബൈലോ ഇസ് ആർ മെയിൻ തിങ്. ഈ അമ്മയുമായി WCC ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. WCCയിലെ അംഗങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നടപടിയെടുക്കുമോ? പിന്നെ നടപടി ഒന്നും എടുക്കാനില്ലല്ലോ, അവർക്ക് വരാമല്ലോ. അവർ അങ്ങനെ ദേ ആർ ആർ മെമ്പേഴ്സ്. എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മുടെ മെമ്പേഴ്സാണ്. എൻഡ് ഓഫ് ദി ഡേ അവർ എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കലീഗ്സാണ്. യെസ്, അവർ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. കസേരയിൽ ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ചുകൂടി നീതി പ്രതീക്ഷിക്കാമല്ലോ. ഓഫ് കോഴ്സ് സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും നീതി പ്രതീക്ഷിക്കാം. ബിക്കോസ് എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഉണ്ടാവണം, ക്യാരക്ടേഴ്സാണ്, അതാണ് സിനിമ. സോ ഇതിൻ്റെ ഘട്ടത്തിൽ ലാലേട്ടനും മമ്മൂക്കയും അടക്കമുള്ളവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിന്നത്. നമുക്ക് ഈ പ്രാവശ്യം ഒരു പാനലൊന്നും ഉണ്ടായിരുന്നില്ല. ലാലേട്ടനോ മമ്മൂക്ക അങ്ങനെ ഒരു പാനൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ 3 പേരും പേട്രൻസായിട്ട് നമ്മുടെ കൂടെ നിൽക്കണം, നമ്മുടെ സീനിയറായിട്ട് നമ്മുടെ തലപ്പത്തായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഉറച്ചുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പ്രസിഡൻ്റ് ആയാലും ഇവരില്ലാതെ നമുക്ക് ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ വേണം. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ്റെ കാര്യത്തിൽ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ പിന്തുണ നൽകി ഭർത്താവ് ശ്രീവത്സൻ മേനോൻ കൂടെ ഉണ്ടെന്ന്. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, ഭയങ്കര സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവർ വളരെ മാനസികമായിട്ട് പ്രഷറിലായിരുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ ആരെ പറ്റി പറയുകയെ ഇന്ന ആൾ ചെയ്തു ഇന്ന ആൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നിയമപരമായിട്ട് നല്ല രീതിയിൽ നീങ്ങി. നമുക്കറിയാം നമ്മുടെ ഭാഗത്തായിരുന്നു സത്യം എന്നുള്ളത്. ഇനി അതിന് പിന്നാലെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇതൊരു വ്യാജ പരാതിയാണെങ്കിൽ പർപ്പസ്ഫുള്ളി ആരെങ്കിലും ചെയ്തതാണോ, ഒരു ടാർഗറ്റ് ചെയ്താണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും? ഇത്രയും തരം താഴാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പിന്നിൽ അന്വേഷിക്കുന്നുണ്ട്. കോടതി തീരുമാനങ്ങൾ നമ്മൾ അനുസരിച്ച് അതിൻ്റെ രീതിയിൽ ലീഗൽ ആക്ഷൻ എടുക്കുന്നുണ്ട്, ഉറപ്പായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്വേതാ മേനോൻ എന്നുള്ള അഭിനേത്രി, ശ്വേത എന്നുള്ള ഭാര്യ, അമ്മ, ഇപ്പോൾ ഈ അമ്മ സംഘടനയുടെ നാഥ, ഇതൊക്കെയായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് മൊത്തത്തോടെ ശ്വേത എന്നുള്ള വ്യക്തിയെ മനസ്സിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ശ്വേത ഒരുപാട് മെച്യൂരിറ്റി വന്നു എല്ലാ ഫീൽഡിലും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അഭിനയത്തിലും ഓൾസോ ശരിക്കും നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അമ്മ എന്നുള്ള നിലയ്ക്ക് അവൾ മോള് നമ്മുടെ ഫാനാണ്, ഭയങ്കര ഫാനാണ് അമ്മയുടെ. പിന്നെ ഒരു വിധത്തിൽ ഒരുപാട് മെച്യൂരിറ്റി, റിലേഷൻഷിപ്സ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ ആയി. അപ്പോൾ ശ്വേതയ്ക്ക് ആ മെച്യൂരിറ്റി തന്നെ ഈ അമ്മയുടെ കാര്യത്തിലും കൊണ്ടുവരാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും യോജിക്കും. ഞാനത് 2 ദിവസം പറഞ്ഞിരുന്നു, അങ്ങനെയായിരിക്കണം, നിങ്ങളൊരു വോയിസ് ഓഫ് യൂണിറ്റി ആയിരിക്കണം. എല്ലാവരെയും കൊണ്ട് നടക്കാനും എല്ലാറ്റിനും ഉപരിയായിട്ട് ചിന്തിച്ച് അമ്മയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഭർത്താവ് ശ്രീവത്സൻ മേനോൻ്റെ ആശംസ ഞങ്ങളും ആശംസിക്കുകയാണ്, ആശംസ ആവർത്തിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.